പക്ഷേ പോസ്റ്റർ നോക്കുമ്പോൾ പോസ്റ്ററിലുള്ള ഒരു കഥാപാത്രമല്ലാതെ ബാക്കി കഥാപാത്രങ്ങളായാലും പ്രൊമോഷൻ സമയത്ത് വരുന്നില്ല, എന്ത് പറ്റി? അല്ല അവരൊക്കെ കുറച്ച് മെയിൻ സ്ട്രീം ആയിട്ടുള്ള ആൾക്കാരാണല്ലോ എന്ന് വരാതെ. അങ്ങനല്ല ഞാൻ പറയുന്നത്, അങ്ങനല്ല, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ആണ്, അതുകൊണ്ടാണല്ലോ നിങ്ങൾ പോസ്റ്ററില് നമ്മളെ മെയിൻ ലീഡ് റോള് ചെയ്ത ആൾക്കാരെയാണ് ഉദ്ദേശിച്ചത്. മേ ബി ഇറ്റ് വാസ് എ സ്ലിപ്പ് ഓഫ് മൈ ടങ്. ഈ പോസ്റ്ററിൽ ബിനുവാടിമാലിന്റെ എന്റെയും മഞ്ജുവിന്റെ ഒക്കെ പടം പതിക്കാത്തത് നിങ്ങളുടെ കുഴപ്പമോ, ഡയറക്ടറുടെ കുഴപ്പമോ? അതുകൊണ്ടല്ല നമ്മളെപ്പോഴും ഇതിന്റെ സെൻട്രൽ ക്യാരക്ടറും ഹീറോ ക്യാരക്ടറും ചെയ്യുന്നവരെയാണ് പൊതുവെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇടുക. ആസ് ഫാർ ആസ് മൈ നോളജ് ഇസ് കൺസേൺ. ഇതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ യൂഷ്വലി നമ്മള് മെയിൻ റോൾസ് കൈകാര്യം ചെയ്ത ആൾക്കാരുടെ പടം ആണല്ലോ നോർമലി പോസ്റ്ററിൽ ഉണ്ടാവുക. എല്ലാവരെയും നമുക്ക് വെക്കാൻ പറ്റില്ല. പക്ഷെ അതിൽ ഇനിയുള്ള സെക്കൻഡ് പോസ്റ്റേഴ്സ് ഒക്കെ ഓൾറെഡി ഞങ്ങൾ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു. അപ്പം അതില് ധർമ്മജൻ ഭായിന്റെയും എല്ലാവരുടെയും റെഡിയാക്കി വെച്ചു. മനസ്സിലായില്ലേ? ഞാൻ മെയിൻ സ്ട്രീമിലില്ലാത്ത ആളാണോ, മഞ്ജു മെയിൻ സ്ട്രീമില്ലാത്ത ആളാണോ, ബിനുവാടിമാരി മെയിൻ സ്ട്രീമില്ലാത്ത ആളാണോ? അങ്ങനെ പറയരുത്. മെയിൻ സ്ട്രീമിൽ ഉള്ള ആൾക്കാരെന്ന് പറയുമ്പോൾ ഞങ്ങളാരായി? ഞങ്ങളിവിടെ വന്ന് രാവിലെ തുടങ്ങി രാത്രി വരെ ഈ ഇന്റർവ്യൂല് ഞങ്ങൾ വന്നവര് മാട്ടന്മാരും ഈ വരാത്തവര് വലിയ ആൾക്കാരുമായോ? അത് പാടില്ല, അത് പാടില്ല. തെറ്റായ പരാമർശമാണ്. ഇല്ല മഞ്ജു? അതെ, അത് എന്താന്ന് വെച്ചാല് ഒരു സിനിമയുടെ പ്രൊമോഷൻ എന്ന് പറയുമ്പോ അതിനകത്ത് ഈ പറയുന്ന പോലെ അതിന്റെ ലീഡ് ഉറപ്പായിട്ടും വന്നിരിക്കും. അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് സിനിമ എല്ലാരും. ഞാൻ ഇതിൽ അഭിനയിച്ച മെയിൻ ഇൻഡസ്ട്രിക്ക് പരിചയമുള്ള എല്ലാ ആർട്ടിസ്റ്റിനെയും ഞാൻ വിളിച്ചു. ഈ പ്രോഗ്രാമിന് ഞാൻ വിളിച്ചു. എല്ലാരും ഞാൻ അത് ഷുവർ. അതുകൊണ്ടാണല്ലോ നമ്മൾ ഇവിടെ ഇത് ചർച്ചയ്ക്ക് ഇപ്പൊ ഇത് ഇവർ എടുത്തു തന്നെ. അതുകൊണ്ടാണല്ലോ പറയുമ്പോ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ കൃത്യമായിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് വിഷമവും. അല്ല, അത് ആരെ ഒഫൻഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല. അതെ, കേൾക്കൂ. എന്താണെന്നറിയോ, ഇതില് ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ യൂഷ്വലി ഒരു ഫിലിമിന്റെ ലീഡ് ക്യാരക്ടേഴ്സ് ചെയ്ത ആൾക്കാരാണല്ലോ നമ്മൾ വെക്കുള്ളൂ. അതാണല്ലോ താങ്കളുടെ ചോദ്യം അതായിരുന്നല്ലോ അല്ലെ? അത് ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഞാൻ കൊടുത്തത്. ഇതിൽ സെൻട്രൽ ക്യാരക്ടർ ചെയ്തതും ഹീറോ ക്യാരക്ടർ ചെയ്ത് ആളുടെ ഫേസ് ആണല്ലോ നമ്മള് ഇതിൽ ഇടുക ഫസ്റ്റ് പോസ്റ്റർ. പക്ഷെ ഞങ്ങളെ ഓൾറെഡി ഉള്ള സെക്കൻഡ് പോസ്റ്റേഴ്സിലൊക്കെ എല്ലാവരുടെയും മറുപടിയാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് സാറിനോട് ഇരുന്നുകൊണ്ട് പ്രൊമോഷൻ പരിപാടിയാണ്. പക്ഷെ അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. അല്ല, ഞാൻ പറയട്ടെ ഇതിലെ പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജില് ഇതിന്റെ കാസ്റ്റിംഗില് ഞാനും കൂടെ ഫുള്ളി ഇൻവോൾവ് ആണ്. ഓരോ ക്യാരക്ടേഴ്സിനും പറ്റിയ ആർട്ടിസ്റ്റിനെ തെരഞ്ഞെടുത്തതിൽ എനിക്കും നല്ല പങ്കുണ്ട്. അങ്ങനെ അത് അനിലും പറയും. നിങ്ങൾ എല്ലാരെയും തെരഞ്ഞെടുത്തതിൽ ഞാനും കൂടെ ഇൻവോൾവ് ആയിട്ടാണ്. കാരണം എന്ന് വെച്ചാൽ ഇതിന്റെ സ്ക്രിപ്റ്റ് നല്ലൊരു കോൺട്രിബ്യൂഷൻ എന്റെ ഭാഗത്തു നിന്നാണ്. അപ്പൊ ഞാനും കൂടി ഇരുന്നിട്ടാണ് ഇതിന്റെ കാസ്റ്റിങ്ങും എല്ലാം ഞങ്ങൾ തെരഞ്ഞെടുത്ത്. അപ്പൊ നിങ്ങളൊക്കെ വലിയ കലാകാരന്മാരായതുകൊണ്ടാണ് നിങ്ങളെയൊക്കെ അപ്രോച്ച് ചെയ്തതും. സാറിത് പർപ്പസ്ഫുള്ളി പറഞ്ഞതല്ല, ഇതൊരു അറിയാതെ നാവില് വന്നതാണ്. പക്ഷെ അത് കേൾക്കുമ്പോ നമുക്കൊരു വിഷമം ഉണ്ടാവും. അതിവിടെ സംസാരിച്ചത് തീർന്നു. പോയിന്റ് കറക്റ്റാണ്. മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന കലാകാരൻ ഈ പോസ്റ്ററിൽ വെച്ച ഒരു കലാകാരന്മാരും ഇവിടെ ഈ പ്രൊമോഷൻ വർക്കിനൊന്നുമില്ല. ഈ സിനിമയോട് ചെയ്യുന്ന ഒരു നന്ദിയോടാണ്. കാരണം ഒരു സിനിമ അഭിനയിച്ച വലിയ കലാകാരന്മാർ അവരുടെ സിനിമ വിജയിക്കാൻ വേണ്ടി അവര് ഒരു ദിവസമെങ്കിലും മുടക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അത് വരാത്ത ആൾക്കാരാണ്. ഞങ്ങള് വളരെ ചെറിയ റോളുകൾ അഭിനയിച്ച ആൾക്കാരാണ്. മഞ്ജു, ഞാനും, ബിനുവാടിമാരും. അങ്ങനെ പറഞ്ഞൂടെ? അല്ല, ഞാൻ പറയട്ടെ. അങ്ങനെയുള്ള ആൾക്കാരാണ് ഞങ്ങള് വന്നിരിക്കുന്നത്. ഞങ്ങള് രാവിലെ തുടങ്ങി ഇവിടെ ഉണ്ടല്ലോ. ഇതിന്റെ കൂടെ ഉണ്ടല്ലോ. ഞങ്ങള് കഷ്ടപ്പെട്ടെന്ന് പറയില്ല. ഞങ്ങള് ഒരു സിനിമയ്ക്ക് വിളിച്ച് ഞങ്ങക്ക് നല്ല പ്രതിഫലം നൽകി
നടത്തുന്ന ഒരു സിനിമയൊക്കെയാണ്. അതിന് ഒരു ദിവസം നമ്മൾ മാറ്റിവെച്ചിട്ട് ഇവിടെ വന്നു. ചിലപ്പോൾ അവർക്ക് തിരക്കുണ്ടാവും. പക്ഷെ ഞങ്ങളെ ഇരുത്തിക്കൊണ്ട് മെയിൻ സ്ട്രീമിലെ ആൾക്കാർ എന്ന് പറയുന്നത്, അപ്പൊ ഞങ്ങൾ മെയിൻ സ്ട്രീമിലെ ആൾക്കാരല്ലാതെ മനസ്സിലായോ? അതാണ് ഞാൻ പറയുന്നത്. അപ്പൊ നമ്മൾ മെയിൻ സ്ട്രീമിലെ ആൾക്കാരില്ലാതാകുകയും അവർക്ക് ഭയങ്കര തിരക്കുള്ള, എനിക്ക് വേണമെങ്കിൽ തിരക്ക് വന്നിട്ട് ഞാൻ ഇങ്ങനെ വരില്ലെന്ന് പറഞ്ഞാൽ മതിയല്ലോ, ലെറ്ററിന് പറഞ്ഞാൽ മതില്ലേ, എനിക്ക് ആദ്യം മരിപ്പുണ്ട്, കല്യാണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ വരാതിരുന്നാൽ ഇന്ന് ഞാൻ വരില്ല. എനിക്ക് വരേണ്ട കാര്യമില്ല, മഞ്ജുവിന് വരേണ്ട കാര്യമില്ല, വിനോടി മരിക്ക് വരേണ്ട കാര്യമില്ല. അങ്ങനെ വന്നവരാ ഇരുത്തിക്കൊണ്ട് വരാത്തവരെ പൊഴുത്തി പറയരുതെന്ന് ഞാൻ പറയുന്നു. ഞാനാരും പൊഴുത്തില്ലല്ലോ. അല്ല, ധർമ്മജേട്ടാ എല്ലാം ചേർത്ത് കോംപ്ലിമെന്റ്സ് ആയി. ധർമ്മജേട്ടാ ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ്.